വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ലോകം. അപ്പോൾ ഇന്ന് 19 കിഡ്സിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ടംപൊരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിരിക്കണ ഉണ്ടംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്നും മെൽറ്റ് ചെയ്യണം. അതിനുവേണ്ടി 1 കപ്പോളം ശർക്കര പൊടിച്ചതിന് ശേഷം 1 കപ്പ് എടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കിട്ടും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. അധികം വെള്ളം വേണ്ട, ശർക്കര പരുവത്തിന് കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഈ ശർക്കര മെൽറ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊന്ന് അവിടെ ഇരുന്നിട്ട് മെൽറ്റ് ആവട്ടെ. ഇപ്പോൾ പൊടികളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ഇത് ഗോതമ്പ് പൊടിയിൽ മാത്രമല്ല ചെയ്യുന്നത്. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് വീതം മൈദയും അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ഓർത്താൽ മതി. ബാക്കിയൊക്കെ കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു കണക്കിൽ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് ആ ഉണ്ടമ്പൊരി നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടോ, ഈ പൊടികൾ ചേർത്തപ്പോൾ. അപ്പോൾ 1/4 കപ്പ് അപ്പപ്പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. പുട്ടുപൊടിയില്ല, അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടി. പിന്നെ 1/4 കപ്പ് മൈദയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് ഇതെല്ലാ പൊടികളും കൂടി ഒന്ന് കമ്പൈനായിട്ട് കിട്ടണം. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കുക. പക്ഷെ നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടാറിന് ശേഷം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. ഇനി അതിലേക്ക് ചെറിയ 2 പാളയംകോടൻ പഴം ഇട്ട് കൊടുക്കുക. ചെറുപഴമായാലും കുഴപ്പമില്ല, 2 എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അടിക്കണം. അപ്പോൾ ഇത് സോഡാപ്പൊടിയാണ്. 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. നല്ല ജീരകം 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണ പോലെ ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരച്ച് കളയരുത്. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിടുമ്പോൾ എന്തായാലും ഇതിൽ വെള്ളം കുറവായിരിക്കും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങോട്ട് ഒറ്റയടിക്ക് ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ച്, ഞാൻ ഇതിൻ്റെ മാവിൻ്റെ പരുവം കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ കുറച്ച് ഞാൻ ഇപ്പോൾ ഒഴിക്കണ കാണാൻ പറ്റും. ഒരു ടീസ്പൂൺ കണക്ക് മാത്രമേ ഞാൻ ഒഴിക്കണുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഉഴുന്നോട മാവിൻ്റെയൊക്കെ ഏകദേശം ഒരു പരുവത്തിൽ എത്തുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കൽ നിർത്താം. അപ്പം ഞാനൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കുറച്ചായിട്ടാണ് അതും ഒഴിച്ചത്. എന്ന് വെച്ചാൽ കൂടിപ്പോയി നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാനൊരു പൊടിക്ക് ഉപ്പ് കുറവായി തോന്നിയോണ്ട് മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്കിതിൽ ഇത്തിരി മധുരം കുറവായി തോന്നിട്ടോ. പിന്നെ മധുരം കുറവായതുകൊണ്ട് മാത്രമല്ല, ശരിക്കും അതിന് മുകൾ ഭാഗം ഒരു ക്രസ്റ്റ് നല്ല ക്രഞ്ചിയായി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മധുരവും കറക്റ്റാവും, അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ക്രഞ്ചിയായി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടിട്ടാണ് ഈ പഞ്ചസാര ഞാൻ ചേർക്കുന്നത്. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. എവിടെ നിന്ന് കണ്ടതൊന്നും ചെയ്തതൊന്നുമല്ല. എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ക്ലിക്കായ ഒരു റെസിപ്പിയാണ്. നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നോക്ക്, നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഊർന്ന് വീഴുന്ന ഒരു പരുവത്തിൽ ഇതിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ള മാവാണ് കേട്ടോ ഇത്. പടിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് വൈകിട്ട് ചായയൊക്കെ കഴിക്കാനാണെങ്കിൽ രാവിലേക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. എത്ര നേരം കൂടുതലിരിക്കുന്നു അത്രയും സോഫ്റ്റായിട്ട് നമ്മുടെ ഉണ്ടംപൊരി അല്ലെങ്കിൽ സ്വീറ്റ് ബോണ്ട നല്ല ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നോക്ക്, കയ്യിൽ വെള്ളം നനച്ചതിന് ശേഷം അതൊരു ബോളാക്കിയിട്ട് നല്ല ഹീറ്റായിട്ടിരിക്കണം കേട്ടോ. ഓയിൽ നല്ല ചൂടായിരിക്കണം. ആ സമയത്ത് മാത്രമേ നമുക്ക് പാനിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇങ്ങനെ ബോൾ ഷേപ്പ് ആക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പാത്രം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. കണ്ടില്ലേ, ഏകദേശം ഒരു ബോൾ പരുവാക്കി എടുക്കുക. കൈ നനയ്ക്കുമ്പോൾ അതങ്ങനെ ഉരുണ്ട് കിട്ടും. പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. പിന്നെ ഇതിൻ്റെ ഷേപ്പൊന്നും അല്ലല്ലോ, ഇതിൻ്റെ ടേസ്റ്റാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. സിമ്പിൾ റെസിപ്പിയാണ്, വേഗം കഴിയും. കണ്ടില്ലേ, ഇത് എണ്ണയിലേക്ക് വീഴുമ്പോൾ തന്നെ, എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല ഹീറ്റിലിടുക.
അത് കഴിയുമ്പോൾ അങ്ങോട്ട് സിം ചെയ്യുക. സിം ചെയ്തതിന് ശേഷം ആ സിമ്മിൽ കിടന്ന് വേണം ഇത് വേകാൻ. തീ ഒട്ടും കൂട്ടരുത്, കൂട്ടിക്കഴിഞ്ഞാൽ അകം വേകില്ല, പുറം കറുത്തും പോകും. കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ല ബോളായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ആ ഷേപ്പ് ഒന്ന് നോക്കണം, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ കറക്റ്റ് ബോളായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ബാച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടില്ലേ, അതിൻ്റെ അകം കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കുന്ന മട്ടാജയിലൊക്കെ കിട്ടുന്ന അതേ ഉണ്ടംപൊരിയുടെ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൈ പിടിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ചൂടായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വീണ് പോണത്. കണ്ടോ, നല്ല ചൂടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ബാച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിങ്ങനെ വിണ്ട് വരുന്നതുകൊണ്ടിട്ടാണ് ഇതിനിങ്ങനെ ചിരിക്കുന്ന ഉണ്ടംപൊരി എന്ന്. അപ്പോൾ ചിരിക്കുന്ന ഉണ്ടംപൊരി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ വെച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയാണല്ലോ പണ്ടൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നത് ഈ ഉണ്ടംപൊരി, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ന്യൂസ് പേപ്പറിൽ വെക്കുന്നത് തൊട്ട് ഹെൽത്തി അല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ മാത്രം ഞാൻ വെച്ചെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് ഞാൻ ചിരിക്കുന്ന ഉണ്ടംപൊരി എന്ന് ഉദ്ദേശിച്ചത്. കണ്ടില്ലേ, ഒരു സ്മൈൽ അതുമ്മ വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. ഇതേപോലത്തെ ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. എൻ്റെ ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മറിയംസ് ലിറ്റിൽ ഓവൻ. ബൈ.